യോസേപ്പ് ഒരു തീരുമാനമെടുത്തു. പക്ഷെ ദൈവം അവനോട് സംസാരിച്ചു. ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യോസേപ്പ് തന്റെ സ്വന്തം തീരുമാനം മാറ്റുകയാണ്. ഉപേക്ഷിക്കാനായിട്ട് എടുത്ത തീരുമാനം മാറ്റി സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് യോസേപ്പിന്റെ സംസ്കാരം. അപ്പം ദൈവം സംസാരിച്ചു, യോസേപ്പ് അത് കേട്ടു. പിന്നീട് ആവശ്യമായതൊക്കെ അവന് സമയാസമയങ്ങളിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. മാർ യോസേപ്പിന്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിൽ കാണുന്നത് ദൈവത്തിന്റെ കൃപയുടെ പ്രവർത്തനമാണ്. ദൈവം കൃപ നൽകി, ആ കൃപയോട് അനുകൂലമായിട്ട് പ്രതികരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. കൃപ കിട്ടിയവര് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ തീരുമാനിച്ചു. അപ്പം ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ കൃപ ഉണ്ടാവണം. അതാണ് യോസേപ്പിന് മാലാഖ നൽകുന്ന സംസാരത്തിലൂടെ എപ്പോഴാണ് ഈ കൃപ നമുക്ക് കിട്ടുന്നത് എന്നതാണ് എല്ലാവരുടെയും സംശയം. കൃപ കിട്ടുന്നത് ദൈവത്തിന്റെ സംസാരം കേൾക്കുമ്പോഴാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേൾക്കുമ്പോൾ ആണ് കൃപയുണ്ടാകുന്നത്. യോസേപ്പ് ഒരു തീരുമാനമെടുത്തു സ്വന്തമായിട്ട്. പക്ഷെ ദൈവം സംസാരിച്ചു, അത് കേട്ടു. അവൻ തീരുമാനമൊക്കെ മാറ്റിവെച്ചു. ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുകയാണ്. അപ്പൊ അതിനാവശ്യമായ അവന്റെ തീരുമാനം മാറ്റി ദൈവഹിതത്തിലേക്ക് വരാൻ ആവശ്യമായ ഒരു കൃപയുണ്ടായി. അപ്പോൾ ഈ കൃപയുടെ പ്രവർത്തനം നടന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്ത ഉടമ്പടിയെ വില കുറച്ച് കാണാനായിട്ട് ഇടയാകുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്ന അനേകരുണ്ട്. സഭയുടെ വിവാഹ കോടതികളിലായാലും രാജ്യത്തിന്റെ വിവാഹ കോടതികളിലായാലും വിവാഹമോചനം എന്ന പേരിൽ ദൈവത്തിന്റെ മുമ്പിൽ നടക്കുന്ന ഉടമ്പടിയെ നിഷേധിക്കാനായിട്ട് മനുഷ്യൻ തയ്യാറാകുകയാണ്. അവിടെയാണ് കൃപയുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞത്. കൃപയിൽ അല്ലാതെ സ്വന്തം തീരുമാനങ്ങളെ മാറ്റി ദൈവഹിതത്തിന് സമർപ്പിക്കാൻ ദുർബലനായ മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ടാണ് പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് വഴി കൃപ സമൃദ്ധമായി നൽകിയിരിക്കുന്നത്. അതിലേക്ക് വരാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തയ്യാറാകണം. ദൈവം നമ്മോട് സംസാരിക്കുന്നു, അത് കേൾക്കാനായിട്ട് തുറവയുണ്ടായിരിക്കുക. ഈശോയെ പരീക്ഷിക്കാൻ ചെന്ന പരിസയര് ചോദിച്ചല്ലോ, ഭാര്യയെ ഉപേക്ഷിക്കാമോ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കാമോ? ഇത് രണ്ടും നടക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപേക്ഷിക്കാമോ എന്ന ചോദ്യം പരിസയര് ഈശോയോട് ചോദിച്ചു. ഈശോ പറഞ്ഞു, മോശ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് ഉപേക്ഷിക്കാം. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ നിയമം മോശ നിങ്ങൾക്കായിട്ട് എഴുതിയത്. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ
പുരുഷനും സ്ത്രീയും സന്തോഷമായി സ്നേഹമായി ദൈവം യോജിപ്പിച്ചത് എന്നേക്കും മരണം വരെ സംരക്ഷിക്കാനാണ്. ദൈവത്തിന്റെ നിശ്ചയമാണ്. ഇപ്പൊ ദൈവഹിതത്തിന് സമർപ്പിക്കാൻ സാധിക്കണം. ഹൃദയ കാഠിന്യം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനമൊന്നും ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അടഞ്ഞു പോകും. നമ്മളങ്ങ് അടഞ്ഞു പോകും. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അടഞ്ഞു പോകുന്നവരായിട്ട് മനുഷ്യന്മാര് തീരും. അങ്ങനെ മാറിയാൽ നമ്മുടെ നിശ്ചയങ്ങളാണ് പിന്നെ നടപ്പാക്കപ്പെടുന്നത്. എന്റെ താല്പര്യങ്ങളാണ് പിന്നെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവം പിറകിലാകും. യോസേപ്പും മറിയവും നൽകുന്ന ജീവിത മാതൃക. അവരെന്നും കൃപയുടെ തണലിൽ ആയിരുന്നു. ദൈവം പറയുന്നത് കേൾക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. അതിന് സാധിച്ചപ്പോൾ സന്തോഷമുള്ള ജീവിതാനുഭവം ഉണ്ടായി. വലിയ സന്തോഷത്തോടുകൂടി അവര് ഉണ്ണീശോയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷകനായി തീരാൻ ഇടയാകുന്ന തങ്ങളുടെ നിയോഗം നിറവേറ്റി. ഈ ഒരു മനസ്സ് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയണം.